മോൻ എന്തെങ്കിലും പറയണ്ട? ഒന്നും പറയാനില്ലച്ചാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറുക്കിന് പെണ്ണെ ഇഷ്ടാസ്ഥിതിക്കേ അധികം വെച്ച് കിട്ടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഈ മേടമാസം കഴിഞ്ഞ ചെറുക്കൻ ലീവ് തീരുക. അതുകൊണ്ട് ഈ മീനത്തിൽ തന്നെ കെട്ടിടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതിപ്പോ ഇത്ര പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞാ ഇപ്പൊ എന്ത് തരണം എന്നാ നിങ്ങൾ ഉദ്ദേശിക്കണേ? അയ്യേ, അങ്ങനെ കണക്ക് പറഞ്ഞ് വാങ്ങുന്ന പാരമ്പര്യമൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ല അല്ലേ? എന്നാലിട്ട് കുറച്ച് വാങ്ങുന്ന ശീലമോ ഒട്ടുമില്ല. നിങ്ങളുടെ കുട്ടിക്ക് സന്തോഷമായി മാന്യമായി എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്തേക്കുക. എന്നാ ഞങ്ങൾ ഇറങ്ങുക. മുഹൂർത്തവും തീയതിയൊക്കെ ഞങ്ങൾ പിന്നാലെ അറിയിക്കാം. എന്നാ ശരി ശരി ആയിക്കോട്ടെ. ശരി ശരി മോനെ. ഓക്കെ ഓക്കെ. മോളെ പോയിട്ട് വരാട്ടാ. പോട്ടെ. ശരി പോയിട്ട് വരാം. ശരി. അങ്ങനെ ആവട്ടെ. ശരി. ഇതൊന്ന് നോക്കിയേ. ഒരു 10 പവനെങ്കിലും കൊടുക്കണ്ടേ സുമിത്രേ? 10 ഫുള്ളാ? പിന്നെ എന്തിനു തെളിക്കാനാ? എന്റെ പൊന്നു പിന്നും മദ്യം കുടിക്കാനുള്ളതാണ്. കുടിക്കാൻ. നീ പിന്നെ എത്ര ഉദ്ദേശിക്കണേ? ഒരു 40 ഫുള്ളെങ്കിലും വേണം. 40 ആ അല്ലേ? അത്രക്കൊക്കെ കൊടുക്കാനുള്ള ശേഷി നമുക്കുണ്ടാ? ശേഷി നോക്കി കൊടുക്കാനായിട്ട് റേഷൻ കടയിൽ അരിയും പഞ്ചാരിയും ഒന്നും അല്ല. കല്യാണം. ഒരു ഗതിയും പരഗതിയില്ലാത്ത ആ വിജേഷ് അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് 35 ഫുള്ള് ഇറക്കിയത്. ആ സ്ഥിതിക്ക് നീ ഒരു 45 ഫുള്ളെങ്കിലും ഇറക്കണം വിനോ. എല്ലാവരുടെ കല്യാണത്തിന് പോയിട്ട് നീ നല്ല കയറ്റിട്ടുണ്ട്, മൂഞ്ചി കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരു ദയാദാക്ഷിണ്യം പ്രതീക്ഷിക്കേണ്ട വിനോ. അവന്മാര് അമ്മാതിരി കുടിയായിരിക്കും. ഞാനും ഒരു പിടുത്തവും കിട്ടണില്ല എൻ്റെ ഔട്ടത്തൂരപ്പാ. സൊസൈറ്റി പോയിട്ട് ഒരു സിമ്പിൾ ലോൺ കിട്ടുമോ നോക്കട്ടെ. കിട്ടും. കുപ്പിയുടെ ഇൻചാർജ് നമ്മളല്ലേ? ആ വൈകിട്ട് കൂടാടോ. സാധനോടെ ഇരിക്കല്ലേ സ്റ്റോക്ക്? ഡോ സതീഷോ, പുതിയ സാറ് വരുന്നു കേട്ടല്ലോ. ആളെങ്ങനെയുണ്ട്? പുള്ളി പുലിയാണെന്നാ കേട്ടത്. പക്ഷെ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തെ എല്ലാരും കരിക്ക് സത്യം എന്നാ വിളിക്കുന്നത്. കരിക്ക് സത്യ? എന്തു പേരാണോ അത്? അയാളുടെ അച്ഛന് പണ്ട് കരിക്ക് വെച്ചോടോ എന്തൊക്കെയോ. ഇനി ഇവിടെ വന്നിട്ട് എന്ത് പോലാണെന്ന് ആർക്കറിയാം. നോക്കാൻ I am സത്യജിത്ത്. ഇന്ന് ഈ നിമിഷം മുതൽ ഈ സ്റ്റേഷൻ എന്റെ അധീനതയിലാണ്. ഇന്ന് മുതൽ ഈ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ അനധികൃതമായി ഒരുത്തരും വാറ്റില്ല, കുടിക്കില്ല, ചവയ്ക്കില്ല, ഊതില്ല. ഊത്ത് നടത്താൻ ഈ സത്യത്താരെ അനുവദിക്കില്ല. പിന്നെ സർക്കാരിന്റെ ശമ്പളവും വാങ്ങി തിന്നോണ്ട് കള്ളു മുതലാളിമാർക്ക് കുനിഞ്ഞു നിന്ന് കൊടുക്കുന്ന ഏതെങ്കിലും മൈത്താണ്ടിമാർ ഈ സ്റ്റേഷനിലുണ്ടെങ്കിൽ അവനെയൊക്കെ തേടി കണ്ടുപിടിച്ച് അവന്റെ നട്ടല് ഞാൻ ഒടിച്ചു കളയും. മനസ്സിലായോ? ഐ ആം സത്യജിത്ത്, വെരി സ്ട്രിക്റ്റ് ഓഫീസർ. വൈറസ് ബാധ മൂലം ഇന്ന് ഒരാൾ കൂടി മരിച്ചു. 218 പേരാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത്. ലോകാരോഗ്യ സംഘടന നാളെ ജനീവയിൽ അടിയന്തര യോഗം ചേരും. അത്രക്ക് അച്ഛനൊക്കെ അവിടെ ഇരിക്കട്ടെ. നീണ്ടു വന്നേ. നീ എന്താ മിണ്ടല്ലേ? എന്താടി പെണ്ണേ, എന്തൊട്ട് നിന്റെ പ്രശ്നം? കാണാൻ വന്നിട്ട് എന്റെ ഫോൺ എടുത്തിട്ട് ഇതുവരെ നീ എന്നെ കല്യാണം വിളിച്ചോ? അതാണിപ്പോ പ്രശ്നം. എടി, എല്ലാരെയും വിളിക്കണ പോലെ മെനക്കെട്ട രീതിയിലല്ല എൻ്റെ ഇൻവിറ്റേഷൻ. അതിങ്ങനെ പ്രത്യേക രീതിയിൽ സ്പെഷ്യലായി
മരുന്ന് വെച്ചിണ്ടാ? ഏ മരുന്ന് ആ ഞാനേ എടുത്തിളയാൻ മറന്നുപോയി. അമ്മേ. എന്തുട്ടാ ഗൾഫിലുള്ളത്? ഒരു കുണ്ടിയില്ല. ഞാൻ ഈ ഗൾഫൊക്കെ നിർത്തി. നമ്മുടെ ഈ നാടും ഈ പാടവും ഈ കുളമൊക്കെ ഇട്ടിട്ട് എങ്ങനെയാ പോവാ? അമ്പലക്കുളമാണോ? അല്ലാതെ ഭാര്യ സംശയമുള്ളതുകൊണ്ടല്ല. അതെന്താ സുമേഷ് നീ അങ്ങനെ പറഞ്ഞേ? അല്ലടിയാ, ഒരു തമാശ പറഞ്ഞല്ലേ. എന്താ പറഞ്ഞ ഒഴിച്ചേ? ഒഴുക്കി. തീർത്താ ഒരു വരെ ബാക്കിയില്ലേ? ഒരു വരെ അത്രേ ഉള്ളൂ. ഞാൻ ക്ലാസ് ഉണ്ടെന്നേ. പിടിച്ചേ. നാളെ കൊറേ പണിയില്ല. കളയുന്നത് തെറിക്കട്ടെ. വെള്ളം ഒഴിക്കില്ലേ? വേണ്ട. എന്റെ ദവാമാരെ എന്റെ ഔട്ടത്തൂരപ്പാ, ഇന്ന് രാത്രിയോടുകൂടി 32 ഫുള്ളും പൊട്ടി തീരുമല്ലോ. എന്റെ അമ്മയ്ക്ക് ഔട്ടസൂന്യോ എന്താ ചോക്കാവാത്ത ഇവനെന്തിന് ഇത്ര നേരത്തെ വന്നേ? സുമേ പുറത്തേക്ക് കൊടുത്തേക്ക്. ആരത്? കൗട്ടസുനിയാ? നീ എന്താ വൈകിയേ? ഒന്ന് പോയടാ അവിടുന്ന്. ഒരു ചെറുതടിക്കണ്ടേ? ഇവിടെ ഇങ്ങനെ തത്തി കളിച്ചിരിക്കാതെ ഈ സാധനങ്ങൾ കൊടുത്ത് പോകിലോട്ട് കാര്യങ്ങളൊക്കെ ആരോട് നമുക്കൊരു ചെറുതടിച്ചാ നമുക്ക് നീർന്ന് കാണാ. ആ ബോർഡ് വന്നിരുന്നു. ബോർഡ് വന്നു. സാമ്പാറാ നീട് വന്നേ. പിന്നെ വിളിക്കാം. പുറകിലുണ്ട്. നീ കുളിക്കണില്ലേ? പണികൾ കഴിയണ്ട മയ്യ. നീ കല്യാണത്തിന് പോയിണ്ടായിരുന്നു. പരിപാടിയൊക്കെ നിർത്തി. നോക്കി പോട്ടാ. ചേട്ടാ ഈ കുപ്പിയൊക്കെ എവിടെ കൊണ്ടുവച്ചിരിക്കണേ? വെള്ളം കലക്കള്ളല്ലേ? എനിക്കൊന്നും വേണ്ട. മറ്റേ സാധനം എവിടെ ഇരിക്കണേ? ആവോ എനിക്കൊന്നറിയില്ല. ആരുടെ സൈഡാ? സുമേഷ് നിന്റെ പൊക്ക്. അമ്മ അമ്മ അടി ജോഡിയുള്ള രണ്ടാളോ? എടാ വിനോ, സമയം ഒരുപാടായിട്ടാ. ചെറുതടിച്ചാ ചാറി ചാറി നിക്കാ. എടാ ചാറാറായിട്ടില്ല. ചാറാറാകുമ്പോ പറയാം. ഈ ഒരു കാര്യം ചെയ്തേ മാറി ഈ കുമ്പളങ്ങ പോയി നരിഞ്ഞു. ഞാനാ ശരി പോ. എടാ ഇവനെന്താ ഇങ്ങനെ? ചേട്ടാ കത്തിയെടുത്തേ. കുമ്പളങ്ങ കിട്ടേ? എനിക്ക് നാത്തങ്ങടാ. ചെറുതടിക്കണ്ടേ? ആ സുനിയെ കുമ്പളെങ്കിലാണല്ലോ പിടുത്തം. ഓ സൈക്കോഷമി ഇപ്പൊ മുരിഞ്ഞാക്കായാലായിരിക്കില്ലേ? വലിയ തമാശക്കാരനാ. അല്ല ഷോമി ചേട്ടാ, ആ ചേട്ടനെ നിന്നെ സൈക്കോ ഷോമി എന്ന് വിളിച്ചേ? അയ്യോ, സൈക്കോ ഷോമിന്നല്ല, സൈക്കിൾ ഷോമിന്നാ. ഇവിടെ കുട്ടിക്കാലത്ത് എനിക്ക് മാത്രമേ സൈക്കിൾ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വന്ന പേരാ. അത് കാര്യമൊക്കെ ആണോ? കഴിച്ചിട്ട് പോകട്ടോ. എന്താ താമസിച്ചേ? ഒരുങ്ങാൻ വൈകി. എങ്ങനെ നടന്നു? നിങ്ങൾ നേരത്തെ വന്നാ? ആ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? ഡിഗ്രികളൊക്കെ എന്തേ? അവരൊക്കെ പറയുന്നുണ്ട്. മോളുടെ കല്യാണക്കാരൊക്കെ എന്തായി? കല്യാണം അതെ, ഞാൻ ഇപ്പൊ വരാം. ആയിക്കോട്ടെ. നീ എപ്പോഴാ പോണേ? ഇതെത്ര പവനാ? നിന്നെ എങ്ങനെ കണ്ടാണ്ടല്ലോ ഇപ്പൊ തന്നെ കെട്ടിക്കൊണ്ടുവന്നു. ആര് കാണാം? കുമ്പളങ്ങ എറിഞ്ഞു കഴിഞ്ഞാ കുമ്പളങ്ങ ചെറുതടിക്കണ്ടാ.
എന്താണ് ബഹളം? അതാ പാപ്പ വന്നാണ് ആളടിച്ച് കിണ്ടിയാണ് ഒരു ചെറുതടിക്കണ്ടേ. ആ നീ ഇവിടെ തന്നെ നിൽക്കട്ടെ, ഞാൻ ഇങ്ങോട്ട് എത്തിക്കാം. ഇവിടെ തന്നെ നിൽക്കണേ. എപ്പോഴാണ് എന്താ പാപ്പാ? എന്നോടല്ലേ പറഞ്ഞ് ദവാൻ പൊട്ടിക്കടാ. ദേവരണവൻ പാപ്പന്റെ മുത്തടനിയെ പാപ്പന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടടാ. പാപ്പാ കുപ്പി പൊട്ടിച്ചില്ല പാപ്പാ. എന്തോട്ട് കോപ്പാ വിനോ നീ പറഞ്ഞേ? നേരായിട്ടും കുപ്പി പൊടിക്കില്ലാന്നോ? അതിന് സമയം ആവണുള്ളൂ പാപ്പാ. എന്തോട്ട് സമയടാ? പാപ്പ ഒരു 5 മിനിറ്റ്. സുമേഷ് നീ പറമ്പിൽ രണ്ട് ടാബ് സെറ്റ് പാപ്പനോട് വിളിച്ചു. അത് മര്യാദ. കോച്ചും കൂച്ചും ഒന്നും വേണ്ടടാ. ദവാല്ലേ കറണ്ട് പോയില്ലോ. പാപ്പന് കറണ്ട് വന്നിട്ട് പോരെ. കറണ്ട് വന്നിട്ട് നിന്റെ അച്ഛന് കൊണ്ടു കൊടുക്കും. നീ ഇപ്പൊ പോയി ദവാ എടുക്ക്. സാമ്പാറേ വരുന്നു ശുക്രേ. അടിച്ചടിച്ചോ വലിച്ചടിച്ചോ. എന്താണ് ശുക്രവൻ ജനറേറ്റർ ഓണാക്ക്. പാപ്പനെങ്ങനെ കിണറ്റി വീണോ? എന്തമ്മേ എന്താ കരയണേ? പൂവേ എങ്ങോട്ട് പോണ്? നമ്മളെയൊക്കെ ചതിച്ചോണ്ട് അവൾ ഇറങ്ങി പോയടാ. അയ്യോ സുമിത്ര ആരോടെ? ആ കൗട്ട സുനിയുടെ കൂടെ. സുമിത്ര രമണി കണ്ട് അയ്യോ എന്റെ ദൈവമേ. അയ്യോ ഇവളോട് പറഞ്ഞിട്ട് കേക്കണില്ലേ? സ്വർണ്ണം വേണ്ടി പോട്ടടി. ചെക്കനിട്ട് 4 മണിക്കൂറും കൂടിയാണ്. അയ്യോ എനിക്ക് അച്ഛനില്ലാതെ പാടുപെട്ട് വളർത്തിയിട്ട് അമ്മ എന്നോട് തന്നെ ഇത് ചെയ്തല്ലോ. അമ്മൂതേക്ക് ചതിച്ചല്ലോ. പ്രിയപ്പെട്ട വിനോ, ഞാൻ കത്തെഴുതി വെക്കണമെന്നാ വിചാരിച്ചേ. പിന്നെ ഇമ്മാതിരി സെറ്റപ്പ് ഒക്കെ ഉള്ള കാലത്ത് കത്തെഴുതി വെക്കണത് മോശല്ലേ? അതാ വോയിസ് മെസ്സേജ് അയച്ചേ. പെങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ജയിച്ചത് നീയാട്ടാ. നീ എന്തൊരു തുറപ്പനാടാ. അടാ നീ എവിടെ കൊണ്ട് കുത്തിയടാ കുപ്പിയൊക്കെ? ഞാൻ എത്ര നോക്കിന്നറിയാ. റൂമിലും കട്ടിന്റെ അടിയിലും ഒക്കെ നോക്കിയടാ. പക്ഷെ ഞാൻ തോറ്റളിയാ. നിന്റെ ഒരു തുള്ളി പോലും അടിക്കാണ്ട് നിന്റെ പെങ്ങളെയും കൊണ്ട് ഞാൻ പോവാട്ടാ. എന്നാ ശരിയല്ലയാ, പരിപാടി നടക്കട്ടെ. ടാറ്റ ബൈ ബൈ ഉമ്മട്ടാ. ശുക്രേ എന്താ ചെയ്യോ? നോക്കല്ല അതെന്താ ചെയ്യാ? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്ത എൻ്റെ റെഡ്മി പ്രോ എങ്കിലും തിരിച്ചു തരാൻ പറ്റൂ? അതെ, അവളെല്ലാം കൊണ്ടുപോയി. വെൽ പ്ലാൻഡ് ആയിരുന്നു. ഞാനൊന്ന് അളിയാന്ന് വിളിച്ചോട്ടെ, ഒറ്റ പ്രാവശ്യം. ഒരുപാട് ആഗ്രഹിച്ചു പോയി. മോനെ അളിയാ വാ. മോനെ നീ ഇങ്ങനെ കരയില്ലേ? അച്ഛൻ പുതിയ പ്രോ വാങ്ങിച്ചേട്ടാ. ആർക്ക് കൊടുക്കാം? പാപ്പാ, സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. പാപ്പനൊന്ന് ചെന്ന് സംസാരിക്ക്. പാപ്പനെ സംസാരിക്കാനുള്ളൂ. പിന്നോ നിന്റെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയണം, പോയതോ പോയി. ഇനി എന്തോട്ട് ആലോചിക്കാനാ? നീ പോയി ഒരു കുപ്പി എടുത്തു കൊടുന്നൊന്ന് പൊട്ടിക്ക്.
താന്റെ അപ്പന്റെ ഒരു കുപ്പി ഇറങ്ങി പോണേളാ. ഒറ്റൊരുത്തനെ ഈ കുടുംബത്താണ്ട് വരുത്. അയാളൊരു കുപ്പി ഇറങ്ങി പോണോ? പാപ്പം പോവാ. ഓടാ പറ്റി ദവാ നിന്റെ അടുത്ത് മാത്രമല്ല എന്റെ അടുത്തുണ്ട് ഇപ്പൊ ഇല്ലാന്ന് മാത്രം.